നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ട 15 സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ ചൊല്ലണം. അപ്പോൾ അതിൽ അൽഹംദുലില്ലാ എന്നാണ് തുടക്കത്തിലുള്ളത്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നാൽ നമ്മൾ പറയണം. കാരണം ചില ആളുകൾ ഉറക്കത്തിൽ മരണപ്പെട്ടു പോകുന്നവരുണ്ട്, പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ കഴിയാത്തവരുണ്ട്. അതുപോലെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നവരുണ്ട്. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന് അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ എന്നെങ്കിലും ചുരുങ്ങിയത് നമ്മൾ പറയാൻ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത്, നമ്മൾ ബാത്റൂമിൽ നിന്ന് ശുദ്ധീകരണം കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ നമ്മൾ ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി എന്ന ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. അപ്പോൾ അതിലും നമ്മൾ ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ ഉണ്ടോ, അതിലെന്തുണ്ട്? അൽഹംദുലില്ലാ എന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ നിന്ന് വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കി പുറത്തേക്ക് വന്നതിന് ശേഷം അൽഹംദുലില്ലാ എന്നെങ്കിലും ചുരുങ്ങിയത് നമ്മൾ പറയണം. അത് വിട്ടുപോകരുത്. കാരണം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. കാരണം നജസിൽ നിന്ന് നമ്മുടെ വയറ് അല്ലാഹു തആല ശുദ്ധിയാക്കി തന്നു, അഥവാ നമ്മുടെ ബുദ്ധിമുട്ടിനെ അല്ലാഹു തആല നീക്കി തന്നു. ആ നജസ് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ, മൂത്രം പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടാകും. അപ്പോൾ അല്ലാഹു തആല ആ ബുദ്ധിമുട്ട് നമുക്ക് നീക്കി തന്നു. അത് വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവിനെ നമ്മൾ എന്ത് ചെയ്യണം? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കേണ്ട ഒരു സമയമാണ് ആ സമയം. അതുപോലെ തന്നെ മൂന്നാമത്തേത്, അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ എന്ന് നമ്മൾ വുളൂ ചെയ്യുന്നതിന് മുമ്പ് ചൊല്ലാറുണ്ട്. കാരണം ആ വെള്ളം തന്ന അള്ളാഹുവിന്, വുളൂ ചെയ്യാൻ വെള്ളം തന്ന അള്ളാഹുവിന് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടാവുന്നവരുണ്ട്. അപ്പോൾ വെള്ളം, വുളൂ എടുക്കാൻ പറ്റിയ വെള്ളം അള്ളാഹു തന്നല്ലോ, അപ്പോൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ ചൊല്ലേണ്ട സന്ദർഭമാണ്. അതുപോലെ തന്നെ നാലാമത്തെ സ്ഥലം, പുതിയ വസ്ത്രം ധരിക്കുമ്പോഴാണ്. പുതിയ വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. കാരണം ഔറത്ത് മറക്കാനുള്ള വസ്ത്രം അല്ലാഹു തആല നമുക്ക് നൽകിയല്ലോ, അതിന് നമ്മൾ അൽഹംദുലില്ലാ പറയണം. അതുപോലെ അഞ്ചാമത്തത്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ പറയണം. കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവരുണ്ട്, ഒരുപാട് ആളുകൾ. ഭക്ഷണം വയറ്റിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെടുന്നവർ, ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ പോയാൽ കാണാം ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകൾ, വളരെ അധികം ബുദ്ധിമുട്ടുള്ളവർ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ നന്ദി നമ്മൾ കാണിക്കണം. അതിന് എല്ലാ സൗകര്യങ്ങളും അല്ലാഹു തആല തന്നതിന് നമ്മൾ നന്ദി പറയണം. അപ്പോൾ അൽഹംദുലില്ലാ എന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ആറാമത്തെ സ്ഥലം, നമ്മൾ തുമ്മിയാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം ശാസ്ത്രം പറയുന്നത് ശരീരമാകെ നിലച്ചു പോകുന്ന ഒരു സമയമാണ് തുമ്മുന്ന സമയം. അപ്പോൾ നമ്മൾ മൈ ഗോഡ് എന്ന് പറയണമെന്ന് ശാസ്ത്രം പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് നമ്മൾ നന്ദി പറയണം. കാരണം സ്റ്റക്കായി നമ്മൾ തുമ്മുന്ന സമയത്ത് ശരീരം മുഴുവനും സ്റ്റക്കാകുകയാണ്, പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോവുകയാണ്.
അങ്ങനെ വീണ്ടും അതിന് ശേഷം ശരീരം എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യുകയാണ്. അത് അള്ളാഹുവിന് നന്ദി പറയേണ്ട ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. ഏഴാമത്തെ സ്ഥലം അൽഹംദുലില്ലാ എന്ന് പറയേണ്ട ഏഴാമത്തെ സ്ഥലം നന്മ ലഭിച്ചാലാണ്. നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്ക് വിവിധ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോഴൊക്കെ നമ്മൾ അൽഹംദുലില്ലാ എന്ന് നന്ദി പറയണം. എട്ടാമത്തേത് നമ്മൾ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലാണ്. വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാ. ശരിക്കും മരണപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയാണ്. അതിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തിയാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. ഒമ്പതാമതായിട്ട് പറയാനുള്ളത് അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയേണ്ട സമയം നമ്മളോട് ആരെങ്കിലും വിശേഷങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണ്, സുഖാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം നമുക്ക് എത്ര നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് അല്ലാഹു തആല ജീവൻ തന്നു. നമുക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആരോഗ്യം അല്ലാഹു തന്നു. ഒരുപാട് അവയവങ്ങൾ അല്ലാഹു തആല തന്നു. ഇത് തന്നെ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും പ്രയാസങ്ങളിലാണെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ, റാഹത്താണ്, അൽഹംദുലില്ലാ, സന്തോഷമാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. കാരണം മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റാഹത്തിലാണ്, സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മൾ വിശേഷങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അൽഹംദുലില്ലാ, റാഹത്താണ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. മാത്രമല്ല 10ാമത്തത് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത് നമുക്ക് സന്താനങ്ങൾ ലഭിക്കുമ്പോഴാണ്. സന്താനങ്ങളുണ്ടായാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്കാവട്ടെ മറ്റുള്ളവർക്കാവട്ടെ നമ്മൾ മക്കളുണ്ടായിക്കഴിഞ്ഞ ആ വാർത്ത കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് മക്കളെ തരുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മുടെ കുടുംബത്തിൽ തന്നെ മക്കളുണ്ടാവുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയണം. മക്കളില്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ മക്കളെ കിട്ടുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. 11ാമത്തത് മഴ വർഷിക്കുമ്പോഴാണ്. മഴ പെയ്യുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. കാരണം മഴ ഇല്ലെങ്കിൽ വെള്ളത്തിന് പ്രയാസപ്പെട്ടു പോകും. അപ്പോൾ മഴ ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. 12ാമത്തത് നമ്മൾ പുതിയ വീട്ടിലേക്ക് കയറി താമസിക്കുമ്പോഴാണ്. അഥവാ വീട് എന്ന അനുഗ്രഹം ലഭിക്കും, അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം. കാരണം വീടില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് വീട് ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകരുത്, നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. 13ാമത്തേത് നമ്മൾ യാത്ര കഴിഞ്ഞെത്തിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം യാത്രയിൽ അപകടങ്ങൾ പറ്റി മരണപ്പെട്ടു പോകുന്നവരുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ വീട്ടിലെത്തി, അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയാൽ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ 14ാമത്തേത് നമുക്ക് ഭാരമുള്ള എന്തെങ്കിലും പണികൾ കഴിഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. നമ്മൾ ഭാരമുള്ള ഒരു വിഷയമാക്കിയെടുത്തൊരു ജോലി അത് പൂർത്തിയായാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ 15ാമത്തേത് നമ്മുടെ ദുഃഖം മാറിയാലും അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്കൊരു ദുഃഖം ഉണ്ടായിരുന്നു, അതങ്ങ് മാറിക്കിട്ടി, അതങ്ങ് റാഹത്തായി കിട്ടി, ആ പ്രശ്നം തീർന്നു കിട്ടി, അപ്പോഴും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതുണ്ട്. ഇങ്ങനെ ഞാൻ 15 സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാ എന്ന് പറയേണ്ട സമയങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിന് നമ്മൾ നന്ദി ഉള്ളവരാവണം. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയണം, മറന്നു പോകരുത്. അള്ളാഹുവിന് നന്ദി ചെയ്യുമ്പോഴാണ് അല്ലാഹു തആല നമുക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ഏറ്റി തരുന്നത്. അള്ളാഹുവിന് നന്ദിയില്ലാത്തവരായി നമ്മൾ മാറരുത്. അള്ളാഹുവിന് എപ്പോഴും അൽഹംദുലില്ലാ 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 എന്ന് പറയുന്നവരാവണം.
അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്കത് വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും നമ്മളെ കുടുംബത്തിനെയും നമ്മുടെ കുടുംബ പരമ്പരകളെയും അള്ളാഹു തആല ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന് നന്ദി പറയാൻ, അൽഹംദുലില്ലാ പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.